ജോലിയിൽ തിരികെ പ്രവേശിക്കാൻ കഴിഞ്ഞതിലേറെ സന്തോഷമുണ്ടെന്ന് നഴ്സ് PB അനിത. നിയമന ഉത്തരവ് വൈകിയതിൽ അതൃപ്തിയുണ്ട്. തന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടെങ്കിൽ കോടതിയിൽ തെളിയിക്കട്ടെ. സർക്കാർ എല്ലാ ജീവനക്കാരുടെയും കൂടെ നിൽക്കണം. കോടതിയലക്ഷ്യ ഹർജിയുമായി താൻ മുന്നോട്ടു പോകുമെന്നും അനിത വ്യക്തമാക്കി. സർക്കാരിൻ്റെ ഈ നിലപാടോട് എനിക്ക് ബഹുമാനവും സന്തോഷവുമുണ്ട്. അതോടൊപ്പം തന്നെ എൻ്റെ റിവ്യൂ പോകുന്നതിൽ എനിക്ക് കുറച്ച് വിഷമമുണ്ട്. സർക്കാരിൽ നിന്ന് എനിക്ക് നീതി കിട്ടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം നമ്മുടെ ഹൈക്കോടതി ഉത്തരവിട്ടതാണല്ലോ. ഹൈക്കോടതിയുടെ വിധി എന്തായാലും പൂർണ്ണമായും സർക്കാരും അതിനോട് അനുകൂലിച്ചു എന്നുള്ളതാണ് ഇന്നലെ എനിക്ക് വന്ന ഓർഡറിൽ നിന്ന് എനിക്ക് മനസ്സിലാവാൻ സാധിക്കുന്നത്. റിവ്യൂ പോയാലും എനിക്ക് നീതി കിട്ടുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കോടതിയിൽ ഇനി എന്ത് ഇതെടുക്കാനാണ്? ഞാൻ എൻ്റെ കർത്തവ്യം മാത്രമാണ് ചെയ്തത് ഇതുവരെ. അതിലെനിക്ക് നീതിപൂർവമായ ഒരു ഇത് ഹൈക്കോടതിയിൽ നിന്ന് കിട്ടി. അത് സർക്കാരിൽ നിന്നും ഇനിയും ഉണ്ടാവുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും ദിസ്ന സുരേഷ് ശരിയാണ്. ദിസ്ന, കാത്തിരിപ്പിനൊടുവിൽ പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് PB അനിത ഇന്ന് ജോലിയിൽ തിരികെ പ്രവേശിച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് സർക്കാരിന് ഇത്തരത്തിലുള്ള ഒരു ഇടപെടലുമുണ്ടായത്. ജോലിയിൽ പ്രവേശിച്ചതിന് ശേഷം എന്തൊക്കെ കാര്യങ്ങളാണ് അനിത മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്? തീർച്ചയായും KP, നീണ്ട പ്രതിഷേധത്തിനൊടുവിൽ അല്ലെങ്കിൽ ജനപിന്തുണയോടുകൂടി നടത്തിയ ഒരു സമരത്തിനൊടുവിലാണ് PB അനിത ഇന്ന് ജോലിയിൽ പ്രവേശിച്ചിരിക്കുന്നത്. അതിനോടൊപ്പം അവർക്ക് പിന്തുണയുമായി അതിജീവിതയും എത്തി എന്നതാണ് മറ്റൊരു വസ്തുത. എന്തായാലും തനിക്ക് നീതി കിട്ടിയത് വൈകിയാണെന്നൊരു കാര്യം PB അനിത മാധ്യമങ്ങളോട് വ്യക്തമാക്കുകയുണ്ടായി. അതോടൊപ്പം സർക്കാർ എല്ലാവരുടെയും കാര്യത്തിൽ നീതിപൂർവമായ സമീപനം സ്വീകരിക്കാൻ ശ്രമിക്കണമെന്നൊരു കാര്യവും PB അനിത പറഞ്ഞു. താൻ കോടതി അലക്ഷ്യ ഹർജി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് അനിത വ്യക്തമാക്കുന്നത്. എന്തായാലും 6 ദിവസം അവർ സമരത്തിലായിരുന്നു. പിന്നീടാണ് അവരുടെ സമരത്തിന് പിന്തുണയുമായി അതിജീവിതയും ഒപ്പം മനുഷ്യാവകാശ പ്രവർത്തകർ അടക്കം എത്തുന്നത്. എന്തായാലും നമ്മോടൊപ്പം അവരുടെ സമരത്തിന് പിന്തുണ അർപ്പിച്ചെത്തിയ നൗഷാദ് തെക്കയിൽ ചേരുന്നു. അദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിച്ചു നോക്കാം. എന്തായാലും സമരം വിജയിച്ചിരിക്കുകയാണ്. നീണ്ട പോരാട്ടത്തിനൊടുവിലാണ് ഇത്തരത്തിലൊരു സമരം വിജയിച്ചത്. നീതി കിട്ടാൻ വൈകി എന്നൊരു തോന്നലുണ്ടോ? തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇവരെ തിരികെ ജോലിയിൽ പ്രവേശിക്കണമെന്ന് കഴിഞ്ഞ മാർച്ച് ആദ്യവാരത്തിൽ ഉത്തരവിട്ടതാണ്. പക്ഷേ ആ ഉത്തരവിൻ്റെ പകർപ്പുകൾ ഗവൺമെൻറ് നിയോഗിച്ച വക്കീലന്മാർക്കും അതുപോലെ തന്നെ മറ്റുള്ള ആളുകൾക്കൊക്കെ കിട്ടിയിട്ടുണ്ടാകണം. അതല്ലെങ്കിൽ അനിതാ സിസ്റ്ററുടെ അഡ്വക്കേറ്റ് എല്ലാവർക്കും ഇത് അയച്ചു കൊടുത്തിട്ടുമുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്നിട്ടും അത് സാങ്കേതികത്വ കാരണങ്ങളൊക്കെ പറഞ്ഞ് റിവ്യൂ പെറ്റീഷനൊക്കെ കൊടുക്കാനുള്ള ശ്രമം നടത്തി. അതിജീവിതക്കൊപ്പം നിന്ന നേഴ്സിനെ ഒരു മാനസികമായി പ്രയാസമാക്കുന്ന രീതിയിൽ നമ്മുടെ ആരോഗ്യമന്ത്രി സംസാരിക്കുകയും ആ ഒരു 24 മണിക്കൂറിനുള്ളിൽ പൊതുസമൂഹത്തിൻ്റെയും മറ്റാളുകളുടെയും എല്ലാവരുടെയും മാധ്യമങ്ങളുടെയും ഒക്കെ സജീവ സാന്നിധ്യത്തെ തുടർന്ന് ഇന്നലെ മലക്കം മറിയുകയും ചെയ്തു. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെ കണ്ടാൽ നമുക്ക് മനസ്സിലാകാം നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ഈ കേസിനെക്കുറിച്ചോ ഈ വിഷയത്തെക്കുറിച്ചോ ശരിക്കും പഠിക്കാതെയാണ് പറയുന്നത്. ഇപ്പോൾ ഡ്യൂട്ടിയിലുള്ള അനിതാ സിസ്റ്റർക്കെതിരെ നടപടിയെടുക്കണമെന്ന് അതിജീവിത ആവശ്യപ്പെട്ടു എന്നുള്ള രീതിയിലൊക്കെ പറയുമ്പോൾ ഈ വിഷയമുണ്ടാകുന്ന സമയത്ത് ആ ഇൻസിഡൻ്റ് ഉണ്ടാകുന്ന സമയത്ത് ഈ സിസ്റ്റർ ഡ്യൂട്ടിയിലില്ലായിരുന്നു. അപ്പോൾ തൻ്റെ മുമ്പിലുള്ള കാര്യങ്ങൾ വ്യക്തമായി പഠിക്കാതെ ആണ് അവർ ആ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയത്. എന്നിരുന്നാലും പൊതുസമൂഹത്തിൻ്റെയും മറ്റു ആളുകളുടെയും നമ്മുടെ മാധ്യമപ്രവർത്തകരുടെയും എല്ലാവരുടെയും ഒരു പ്രയത്നത്തിൻ്റെ ഫലമായി ഇവർക്ക് നീതി ലഭിച്ചു. നമ്മുടെ കേരളത്തിലെ നീതി നിഷേധിക്കപ്പെട്ട സഹോദരിമാർക്ക് എന്തായാലും ഒരു ആവേശമായിട്ട് തന്നെയാണ് ഞങ്ങളിതിനെ കാണുന്നത്. തീർച്ചയായിട്ടും പൊതുസമൂഹത്തിൻ്റെ വിജയമാണ് എന്നാണ് എനിക്കിതിൽ പറയാനുള്ളത്. തീർച്ചയായും KP, ഇവർ സൂചിപ്പിച്ചതുപോലെ തന്നെ പൊതുസമൂഹത്തിൻ്റെ വിജയമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. 6 ദിവസം നീണ്ട ഒരു സമരം. ആ സമരത്തിന് സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരുടെ ഒക്കെ തന്നെയും പിന്തുണയുണ്ട്. അതോടൊപ്പം തന്നെ അതിജീവിതയും എത്തി. അവർ ഇന്നലെ സമരത്തിന് വന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. കണ്ണുകെട്ടിയും വാമൂടി പൊത്തിയും അത്തരത്തിൽ പ്രതീകാത്മകമായി സർക്കാരിനെതിരെയുള്ള ഒരു സമരമാണ് നടത്തിയത്.
വ്യക്തമാക്കിയത്. ഇന്നലെ രാവിലെ വരെ ആരോഗ്യമന്ത്രി വ്യക്തമാക്കിയത് ജോലിയിൽ പ്രവേശിപ്പിക്കില്ല എന്നൊരു കാര്യം തന്നെയായിരുന്നു. എന്നാൽ പിന്നീട് വൈകുന്നേരത്തോടു കൂടി ആരോഗ്യമന്ത്രി മലക്കം മറിയുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നത് നമ്മൾ എടുത്തു കണ്ടിരുന്നു. എന്തായാലും ആ സമരം വിജയിച്ചിരിക്കുന്നു, അവർ ജോലിയിൽ പ്രവേശിച്ചിരിക്കുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒഴിവ് ഇല്ല എന്നൊരു കാര്യം തന്നെയാണ് ഇപ്പോഴും അധികൃതരുടെ ഭാഗത്തു നിന്ന് വ്യക്തമായിരിക്കുന്നത്. ഒന്നെങ്കിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും വിഭാഗത്തിലേക്കോ IMCHലേക്കോ അവരെ മാറ്റുമെന്നൊരു കാര്യമാണ് പറയുന്നത്. അതിലൊന്നും തനിക്ക് യാതൊരു തരത്തിലുള്ള വിരോധവുമില്ല, തനിക്ക് തൻ്റെ ജോലിയിൽ പ്രവേശിച്ചാൽ മതി എന്നൊരു കാര്യമാണ് PB അനിത വളരെ വ്യക്തമായി നമ്മുടെ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ നവംബർ 26-നാണ് അവരെ ഇടുക്കിയിലേക്ക് സ്ഥലം മാറ്റിയുള്ള നിയമന ഉത്തരവ് വരുന്നത്. ഇതേ തുടർന്ന് അവർ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. ഹൈക്കോടതി ഈ ഉത്തരവ് സ്റ്റേ ചെയ്യുകയായിരുന്നു. തുടർന്ന് മാർച്ചിൽ അവരോട് ജോലിയിൽ പ്രവേശിക്കുവാൻ ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെ ഏപ്രിൽ 1-ന് അവർ ജോലിയിൽ പ്രവേശിക്കുവാനായി എത്തി. എന്നാൽ DME പലതരത്തിലുള്ള ഒഴിവ് കഴിവുകൾ പറയുകയായിരുന്നു. കോടതി ഉത്തരവുണ്ടായിട്ടും ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടായിട്ടും ജോലിയിൽ തിരികെ പ്രവേശിപ്പിച്ചിരുന്നില്ല. DME ഇതുമായി ബന്ധപ്പെട്ട ചില കാരണങ്ങൾ വ്യക്തമാക്കിയിരുന്നു. സർക്കാരിൽ നിന്നും യാതൊരു അറിയിപ്പും ലഭിക്കാതെ എനിക്ക് സ്വന്തമായി ഇടപെടാൻ കഴിയില്ല എന്ന്. പക്ഷേ സർക്കാരിൻ്റെ ഈ ഒരു ഉത്തരവ് വരാൻ വൈകി വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. ഇടതുപക്ഷ സംഘടനകളുടെ സമ്മർദ്ദവും ഒക്കെ ഇതിന് പിന്നിലുണ്ട് എന്നുള്ള വിമർശനമുണ്ടായിരുന്നു. അതേസമയം തന്നെ ഈ കോടതിയലക്ഷ്യ ഹർജിയുമായിട്ട് മുന്നോട്ട് പോകും, നിയമ നടപടികളുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് അനിത വ്യക്തമാക്കിയിരിക്കുന്നത്, അല്ലേ? തീർച്ചയായും ഇപ്പോൾ രണ്ട് തരത്തിലുള്ള ഹർജിയാണ് നിലവിലുള്ളത്. ഒന്ന് അനിത നൽകിയ കോടതി അലക്ഷ്യ ഹർജി, രണ്ടാമതായുള്ളത് അനിതയുടെ നിയമനം പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാർ നൽകിയ പുനഃപരിശോധന ഹർജി. ഇത്തരത്തിൽ രണ്ട് ഹർജികളാണ് നാളെ പരിഗണിക്കുക എന്നൊരു വിവരമാണ് നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്നത്. ഇതിൽ അനിത വളരെ വ്യക്തമായി പറയുന്നത് തനിക്ക് ലഭിക്കേണ്ട നീതി വൈകി തന്നെയാണ് ലഭ്യമായത്. അതുകൊണ്ട് തന്നെ കോടതി അലക്ഷ്യ ഹർജിയുമായി താൻ മുന്നോട്ട് പോകുമെന്നൊരു കാര്യമാണ് ഇപ്പോൾ PB അനിത വ്യക്തമാക്കിയിരിക്കുന്നത്. KP ഇതിൽ എടുത്തു പറയേണ്ടത്, അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, താൻ യാതൊരു തരത്തിലുള്ള തെറ്റും ചെയ്തിട്ടില്ല, എന്നിട്ട് കൂടിയും തന്നെ പ്രവേശിപ്പിക്കണമെന്ന ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും അത്തരത്തിലുള്ള ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടായിട്ട് പോലും ഹൈക്കോടതിയെ വെല്ലുവിളിക്കുന്ന അല്ലെങ്കിൽ കോടതിയെ നീതിപീഠത്തെ വെല്ലുവിളിക്കുന്ന രീതിയാണ് സർക്കാർ ശ്രമിച്ചത്. ഈ സർക്കാർ സംവിധാനങ്ങൾക്കെതിരെ കോടതി അലക്ഷ്യ ഹർജിയുമായി താൻ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് PB അനിത ഉറച്ചു പറയുന്നത്. അവർ പ്രധാനമായും പറഞ്ഞൊരു കാര്യമുണ്ട്, താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, അതിജീവിതയ്ക്ക് അനുകൂലമായി മൊഴി നൽകിയത് മാത്രമാണ് താൻ ചെയ്തത്. ഇതിനെതിരെയാണ് സർക്കാർ തനിക്കെതിരെ ഇത്തരത്തിലുള്ള പ്രകോപനപരമായ നടപടികൾ ഉണ്ടാക്കിയത്. ഇത് രാഷ്ട്രീയപരമായി തന്നെയാണ് തനിക്ക് ഇത്തരത്തിലുള്ള നടപടി ഉണ്ടായത് എന്നൊരു കാര്യമാണ് PB അനിത വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും കോടതി അലക്ഷ്യ ഹർജിയുമായി അവർ മുന്നോട്ട് പോകും. എന്തായാലും PB അനിത ജോലിയിൽ പ്രവേശിച്ചു. നീണ്ട വലിയൊരു പോരാട്ടത്തിനൊടുവിൽ അവർ ജോലിയിൽ പ്രവേശിക്കുകയുണ്ടായി. മാത്രമല്ല ഏറെ പിന്തുണ ഉണ്ടായ ഒരു സമരമായിരുന്നു നടന്നത്. സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ അതോടൊപ്പം തന്നെ അതിജീവിതയും ഈ സമരത്തിൽ അവർക്ക് പിന്തുണ അർപ്പിച്ച് രംഗത്തെത്തി. അതോടൊപ്പം തന്നെ വൈകുന്നേരത്തോടുകൂടി ഇന്നലെ രാത്രി 8:30 ഇത്തരത്തിലൊരു ഉത്തരവ് ഇറങ്ങിയത്. എന്തായാലും അവർ ജോലിയിൽ പ്രവേശിച്ചിരിക്കുകയാണ്. KP ഏതായാലും കാത്തിരിപ്പിനൊടുവിൽ വലിയ പ്രതിഷേധങ്ങൾക്കൊടുവിൽ തന്നെയാണ് PB അനിത ജോലിയിൽ പ്രവേശിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ പുനർനിയമനം ലഭിച്ചതിൽ വലിയ സന്തോഷമുണ്ടെന്നും അതേസമയം തന്നെ ഇതിൽ കാലതാമസം നേരിട്ടതിൽ വലിയ അതൃപ്തിയുണ്ടെന്നും കോടതി നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് തന്നെയാണ് PB അനിത നഴ്സിംഗ് ഓഫീസർ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. ദിസ്ന സുരേഷാണ് കോഴിക്കോട് നിന്നും വിവരങ്ങൾ നൽകിയത്.